5 ദിവസത്തെ ധ്യാനപ്രസംഗം കഴിഞ്ഞ് ദേവാലയത്തിൽ വലിയൊരു നീണ്ട ക്യൂ ആണ്. പ്രാർത്ഥനയ്ക്കായിട്ട് ആൾക്കാർ ഇങ്ങനെ ഞെരുങ്ങി നിൽക്കുകയാണ്. അങ്ങ് അകലെയായിട്ട് ഒരപ്പനും ഒരമ്മയും 2 മക്കൾ നിൽക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഈ അപ്പനും അമ്മയും ഈ മൂത്ത മകളും മകനുമായിട്ട് എൻ്റെ അരികിലേക്ക് കടന്നു വന്നു. അപ്പൻ വളരെ വേദനയോടുകൂടെ പറഞ്ഞു, അച്ഛാ, എനിക്ക് ക്യാൻസറാണ്. എനിക്ക് മാത്രമല്ല, എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ ഭാര്യയ്ക്കും ക്യാൻസറാണ് അച്ഛാ. ഞങ്ങൾ രണ്ടുപേരും ക്യാൻസർ ബാധിതരാണ്. പക്ഷേ ഈ കഴിഞ്ഞ ആഴ്ച എൻ്റെ പരിശോധനയിൽ എൻ്റെ മൂത്ത മകൾക്ക് ക്യാൻസറാണെന്ന് അറിഞ്ഞു. എന്തു ചെയ്യണമെന്ന് ഒരു എത്തും പിടിയില്ല. അച്ഛനൊരു കാര്യം ചെയ്യാമോ? ഒന്ന് പ്രാർത്ഥിക്കാമോ അച്ഛാ? എന്നിട്ട് അദ്ദേഹം ഈ 2ാമത്തെ കുഞ്ഞിനെ, ആൺകുട്ടിയെ പിടിച്ച് എൻ്റെ മുമ്പിലേക്ക് നിർത്തിയിട്ട് പറഞ്ഞു, അച്ഛ, ഇവൻ 6ാം ക്ലാസ്സിൽ പഠിക്കുക. അച്ഛ, ഇവൻ്റെ തലയിലൊന്ന് കൈവച്ച് ഒന്ന് ആത്മാർത്ഥമായിട്ട് അച്ഛനൊന്ന് പ്രാർത്ഥിക്ക്. എൻ്റെ ഈ മകനും ക്യാൻസർ വരാൻ വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞ് അദ്ദേഹം പൊട്ടിക്കരഞ്ഞു. പ്രിയപ്പെട്ടവരെ, എന്തു ചെയ്യണമെന്ന് അറിയാതെ ഞാൻ ആകെ വിഷമിച്ചു പോയി. കാരണം ഞാൻ എന്താ പ്രാർത്ഥിക്കേണ്ടത്? മനോഹരമായിട്ടുള്ളൊരു പാട്ടുണ്ടല്ലോ, കണ്ണുനീർ മാറി വേദനകൾ എന്നു മാറുമോ, നിന്ദകൾ മാറി നല്ല ദിനം എന്നു മാറുമോ, നിന്ദകൾ മാറി നല്ല ദിനം എന്നു കാണുമോ. ചില അവസരങ്ങളൊക്കെ ഞങ്ങളും കണ്ണുനീരോടുകൂടെ ഇതുപോലുള്ള അനുഭവങ്ങൾ വരുമ്പോൾ എന്തു ചെയ്യണമെന്ന് അറിയാതെ പതറിപ്പോകാറുണ്ട്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 30-ാമത്തെ അധ്യായത്തിൽ വചനം പറയുന്നു, നിന്റെ വിലാപസ്വരം കേട്ട് അവിടുന്ന് കരുണ കാണിക്കും, അവിടുന്ന് അത് കേട്ട് നിനക്ക് ഉത്തരമരുളും. കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറിഞ്ഞിരിക്കുകയില്ല. നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും. നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും, ഇതാണ് വഴി, ഇതിലേ പോവുക. ജീവിതത്തിൽ ഇതുപോലുള്ള നിമിഷങ്ങൾ വരുമ്പോൾ നിന്നെ വഴി നടത്താൻ ഒരു ദൈവമുണ്ട്. പ്രിയപ്പെട്ട മക്കളെ, മനസ്സിനെ അസ്വസ്ഥമാക്കണ്ട, ദൈവത്തിൽ ശരണം പ്രാപിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണവനെ കർത്താവേ, ജീവിതത്തിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ പതറി നിൽക്കുന്ന സമയത്ത് കർത്താവേ, എൻ്റെ ഉള്ളിൽ നിന്ന് അവിടുന്ന് പറയുന്നു, ഇതിലേ പോവുക, ഇതാണ് വഴി. ഈ ദിനത്തിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും സ്നേഹത്തോടെ ഏവർക്കും നേരുന്നു.